പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിനുള്ള ഒന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 12/6/2024 തീയതിക്കുള്ളിൽ അഡ്മിഷൻ ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. ഓൺലൈൻ ആയിട്ട് മാത്രമേ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അഡ്മിഷൻ ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളെ പിന്നീടുള്ള അഡ്മിഷൻ പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നതല്ല, അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് പുറത്താകുന്നതാണ്. അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ടത് ജനറൽ വിഭാഗത്തിന് 990 SC/ST വിഭാഗത്തിന് 925 രൂപയുമാണ് അടയ്ക്കേണ്ടത്. നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അഡ്മിഷൻ ഫീസ് പേ ഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. അഡ്മിഷൻ ഫീസ് കൊടുക്കാത്ത അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതാണ് എന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകൾ തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരാണെങ്കിൽ, നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യുക. ഹയർ ഓപ്ഷനുകൾ 12/6/2024 തീയതിക്കുള്ളിൽ ക്യാൻസൽ ചെയ്യുക. ഇപ്രകാരം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് റദ്ദ് ചെയ്ത ഹയർ ഓപ്ഷനുകൾ ഒരു കാരണവശാലും പിന്നീട് പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നതല്ല. ഓക്കെ, ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്നവരുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് മുകളിലുള്ളപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ അതിന് മുകളിലുള്ള ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒന്നാം അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവരുന്ന സീറ്റുകളിലേക്കാണ് രണ്ടാം അലോട്ട്മെൻറ്റ് ഉള്ളത്. രണ്ടാം അലോട്ട്മെൻറ്റ് 14/6/2024 ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കോളേജുകളിൽ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ അഡ്മിഷന് കോളേജുകളിൽ ഹാജരായാൽ മതി. ഹാജരാകുന്നുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രം വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കില്ല. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം ഒന്നാം അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളും രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം കിട്ടിയ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് മെമ്മോ അതിനുശേഷം രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണ് ലഭ്യമാവുക. ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൽ പുതിയൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പുതുതായിട്ട് ഫീസ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട അപേക്ഷകൾ: ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസിൻ്റെ പ്രിൻ്റ് ഔട്ട്, +2 മാർക്ക് ലിസ്റ്റ്, ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് SSLC ബുക്കായാൽ മതി, TC, കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് ലഭിക്കും. പിന്നെ കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ആ കോട്ടയിലാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ EWS വിഭാഗത്തിന് അതിനുള്ള സർട്ടിഫിക്കറ്റ്, OBC വിഭാഗത്തിൽ SEBC വിഭാഗങ്ങളിൽ അഡ്മിഷൻ എടുത്തവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഗ്രേസ് മാർക്ക് ലഭ്യമാകുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റ്, പിന്നെ മറ്റു ഏതെങ്കിലും തുല്യതാ ബോർഡുകളിൽ നിന്ന് യോഗ്യത പരീക്ഷ പാസ്സായ കണ്ണൂർ സർവകലാശാലയുടെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, +2 സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ എല്ലാതെ അഡ്മിഷൻ പാസ്സായ വിദ്യാർത്ഥികളിലും അവർക്കാണ്. പിന്നെ നേറ്റിവിറ്റി തെളിയിക്കുന്നതിനുള്ള ഏതെങ്കിലും രേഖ SSLC ബുക്ക് ആവശ്യമായിട്ട് വരും. അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റു ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത എല്ലാ വിദ്യാർത്ഥി ഫീസ് അടയ്ക്കുന്ന വിവരങ്ങൾ അടങ്ങിയ പ്രിൻ്റ് ഔട്ട് കൈവശം സൂക്ഷിക്കേണ്ടതാണ്. ഈ പ്രിൻ്റ് ഔട്ട് അഡ്മിഷൻ സമയത്ത് കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. നിങ്ങൾ ഫീസ് അടച്ചത്, അതാണ് നിങ്ങൾ ഫീസ് അടച്ചതിനുള്ള തെളിവ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.